തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലാണ് ഇപ്പോൾ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. നമുക്കൊപ്പം ആലപ്പുഴയിൽ നിന്ന് രഘുനാഥ് നാരായണൻ, കോട്ടയത്ത് നിന്ന് ഷിനോ ജസ്റ്റി, തിരുവനന്തപുരത്ത് നിന്ന് ഇന്ദുലേഖ രേണു, മലപ്പുറത്ത് നിന്ന് അരുൺ അമൃതനാഥ് എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം ആലപ്പുഴയിലേക്ക് പോകാം. രഘു ഉണ്ട്. രഘു, ഉച്ച മുതൽ തന്നെ നല്ല മഴയുണ്ട്. മഴ ഇപ്പോഴും മാറിയിട്ടില്ല. എന്താണ് സ്ഥിതി ജില്ലയിൽ? ആര്യ, വൈകുന്നേരം 5 വരെയോടുകൂടിയാണ് ആലപ്പുഴയിൽ മഴ ആരംഭിച്ചത്. നമ്മൾ സാധാരണ തുള്ളിക്ക് ഒരു കുടം എന്നുള്ള രീതിയിൽ പറയാറുള്ളത് പോലെ 1 മണിക്കൂറോളം നിർത്താതെ പെയ്തു. ഒരു 15 മിനിറ്റ് അല്പം മഴയ്ക്ക് കുറവുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും അതിശക്തമായ രീതിയിൽ മഴ പെയ്തിറങ്ങുകയാണ്. ആര്യ പറഞ്ഞതുപോലെ അതിശക്തമായ കാറ്റും ഇടയ്ക്കിടയ്ക്ക് ഉഗ്ര ശബ്ദത്തോടു കൂടിയ ഇടിയും മിന്നലും ഒക്കെയുണ്ട്. എനിക്ക് പുറകിൽ തൊട്ട് ഒരു 10 മിനിറ്റ് മുമ്പായിട്ട് പുറകിൽ കാണുന്ന വൈദ്യുതി കമ്പിയിൽ ചെറിയ രീതിയിൽ മിന്നലേശുകയും ചെറിയ രീതിയിൽ തീയൊക്കെ ഉണ്ടാകുകയും ചെയ്തു. പക്ഷേ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അതിശക്തമായ മഴ ഇവിടെ തുടരുകയാണ്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം കാറ്റടിച്ചാൽ എടത്വ പോലെയുള്ള സ്ഥലങ്ങൾ, എടത്വ കായംകുളം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ മരം വീഴുക പതിവാണ്. നിലവിൽ അവിടെയൊന്നും ഇത്തരത്തിൽ നഗരത്തിലുള്ളതുപോലെ അതിശക്തമായ മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രാദേശിക ലേഖന്മാരൊക്കെ പറയുന്നത്. പക്ഷേ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അതിശക്തമായ കാറ്റോടുകൂടി ഇടിമിന്നലോടുകൂടി മഴ ഇങ്ങനെ പെയ്തിറങ്ങുകയാണ്. കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ മഴയൊക്കെ പെയ്താലും വലിയ വെള്ളക്കെട്ട്, അല്ലെങ്കിൽ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം വലിയ വെള്ളക്കെട്ടൊന്നും ഉണ്ടാകാറില്ല. കിഴക്കൻ വെള്ളം വന്നാൽ മാത്രമേ ആലപ്പുഴയിൽ അതിശക്തമായ രീതിയിലുള്ളൊരു വെള്ളപ്പൊക്കമോ അങ്ങനെയൊക്കെയുള്ളൊരു സാധ്യത ഉണ്ടാകാറുള്ളൂ. നിലവിൽ മഴ ആരംഭിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് അത്ര ആശങ്കപ്പെടാനുള്ള ഒരു സാഹചര്യമില്ല. പക്ഷേ ആളുകളൊക്കെ ശ്രദ്ധിക്കണം. അതിശക്തമായ രീതിയിലുള്ള ഇടിമിന്നലുണ്ട്, കാറ്റുണ്ട്. ആവശ്യമില്ലാത്തവരൊന്നും അല്ലെങ്കിൽ മറ്റാവശ്യങ്ങളൊന്നുമില്ലെങ്കിൽ വീടിനകത്ത് ഇരിക്കുന്നതായിരിക്കും നല്ലത്. ശരി, ആലപ്പുഴയിലെ വിവരങ്ങളും ആണ് നമുക്ക് രഘു പങ്കുവച്ചത്. ഇനി കോട്ടയത്തേക്ക് പോകാം. ഷിനോ ജസ്റ്റി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷിനോജ്, അവിടെയും വൈകിട്ട് മുതൽ മഴ ഉണ്ടെന്ന് തോന്നുന്നു. എന്താണ് ജില്ലയിലെ ഒരു പൊതു സാഹചര്യം? വളരെ ശക്തമായ രീതിയിലുള്ള മഴയാണ്. വൈകിട്ട് ഒരു 4:30 മണിക്ക് തുടങ്ങിയ മഴയാണ്. അത് ഇടയ്ക്ക് ഒരു 15-20 മിനിറ്റ് ഒന്ന് മാറി അല്പം തോർന്നു. വീണ്ടും ദൃശ്യങ്ങൾ കാണാമെന്ന് തോന്നുന്നു. ശക്തമായ രീതിയിലുള്ള മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. ഈ തരത്തിലുള്ള മഴയായിരുന്നില്ല ഒരു അരമണിക്കൂർ മുമ്പ് കോട്ടയം നഗരത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്. അതിശക്തമായ രീതിയിൽ പ്രത്യേകിച്ച് നല്ല കാറ്റുണ്ടായിരുന്നു. കിഴക്കൻ മേഖലകളിൽ ഇരട്ടിവട്ടം, മുണ്ടക്കയം ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ തന്നെ അതിശക്തമായ രീതിയിലുള്ള മഴ ഒരു 1.5 മണിക്കൂർ സമയം, ഒരു 4:30 മുതൽ 6 മണി വരെയുള്ള സമയത്ത് ശക്തമായ രീതിയിലുള്ള മഴ അവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും പല മേഖലകളിലും, പ്രത്യേകിച്ച് വൈക്കം, കുറവിലങ്ങാട് ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ തന്നെ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. കുമരകത്ത് ഇപ്പോഴും ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം കളക്ടറിന് സമീപത്തുള്ള ഒരു പെട്രോൾ പമ്പിലാണ്. ചേട്ടാ, മഴ ശക്തമായ മഴയല്ലേ? നല്ല ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടു 2 മണിക്കൂറോളായി ശക്തമായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആൾക്കാർ കുറവാണോ? ആൾക്കാർ കച്ചവടം വളരെ മോശമാണ്. മഴ പെയ്തുകൊണ്ട് വളരെ മോശമായിട്ടാണ് വണ്ടികളൊക്കെ കയറുന്നത്. എന്തായാലും ഈ പെട്രോൾ പമ്പ് ആയതുകൊണ്ട് തന്നെ സാധാരണ ഈ ആളുകൾ, പ്രത്യേകിച്ച് ഇരുചക്ര വാഹനത്തിലൊക്കെ എത്തിയ ആളുകളൊക്കെ തന്നെ ഈ മഴയായതുകൊണ്ട് ഇവിടെ ഒതുങ്ങിയൊക്കെ നിൽപ്പുണ്ട്. പ്രത്യേകിച്ച് അവരിൽ പലരും നമ്മൾ നേരത്തെ സംസാരിക്കുന്ന സമയത്തൊക്കെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടി വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ മഴയായതുകൊണ്ട് ഇങ്ങനെ പെട്ട് നിൽക്കേണ്ട അവസ്ഥയിലാണ് എന്ന് തോന്നുന്നു അല്ലേ? മഴയായതുകൊണ്ട് പെട്ടു. ഭയങ്കര മഴയല്ലായിരുന്നു. ഉച്ച കഴിഞ്ഞ് പെട്ടെന്ന് മാറിയിട്ട് കൂടുതലായിരുന്നു. ഭയങ്കരമായിട്ട് കൂടി പോയി. പെട്ടെന്ന് ഇരുണ്ട് കയറി അല്ലേ? ഇരുണ്ട് കയറി. രാത്രി 5 മണിയായപ്പോൾ തന്നെ ഇരുട്ട് പോലത്തെ ആയി. കണ്ടുപോലും കാണാൻ മേല. അതായത് 5 മണിയായ സമയത്ത് തന്നെ ഒരു 7 മണി 8 മണി സമയത്ത് നമുക്ക് അന്തരീക്ഷം എങ്ങനെയാണ് കാണുന്നത്, ആ തരത്തിലുള്ള ഇരുട്ട് ഇവിടെ പടർന്നു. അങ്ങനെ ആ രീതിയിലുള്ള തരത്തിലുള്ള അന്തരീക്ഷം പെട്ടെന്ന് മാറുകയും ചെയ്തു. ചേട്ടാ, എവിടെ പോവാം? മെഡിക്കൽ കോളേജ്. അല്ലല്ല, അവിടെ വീട്. ഞാൻ പുതുപ്പള്ളി പണിയും കഴിഞ്ഞേക്ക് വരുവാ. മഴ കാരണം പെട്ടുപോയി. എത്ര നേരം ഇവിടെ നിൽക്കാൻ തുടങ്ങി? ഒരു അരമണിക്കൂറായി. മഴ പെട്ടു. മഴ പെട്ടു. ചേട്ടാ, കൂടാ മഴ കൊണ്ട് നിൽക്കുമോ? മഴ ബുദ്ധിമുട്ടാണ്. ഇതല്ലേ കാലാവസ്ഥ. പണിയും കഴിഞ്ഞ ഒരു അതെ, പെട്ടെന്ന് കയറി ഇരുണ്ടോ അല്ലേ? ഒരറിയിപ്പും ഇല്ലാതെയുള്ള പരിപാടിയല്ലേ. അത് കാരണം നാട്ടിലായപ്പോൾ തുടങ്ങി. നാട്ടിലായപ്പോൾ തുടങ്ങി ഞങ്ങൾ പണിയുന്നിടത്ത് നിൽക്കുമായിരുന്നു. അവിടുന്ന് മഴ കുറഞ്ഞപ്പോഴത്തേനും വന്ന് ഇവിടെ വന്നപ്പോഴത്തേനും വീണ്ടും മഴയായി. ഇപ്പോൾ ഒരു 1.5 മണിക്കൂറായി ഞങ്ങൾ പണിയും കഴിഞ്ഞേക്ക് നിൽക്കാൻ തുടങ്ങി. ഇങ്ങനെ പലരും ഇവിടെ നിൽപ്പുണ്ട്. 1.5 മണിക്കൂറായി നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ ഉണ്ട്. മഴ അത്തരത്തിൽ പ്രത്യേകിച്ച് നഗരമേഖലയിൽ മാത്രമല്ല, പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് കിഴക്കൻ മേഖലയിൽ നിന്ന് വ്യത്യാസമില്ലാതെ ജില്ലയിൽ ആകമാനം മഴ പെയ്യുന്നുണ്ട്. ജില്ലയിലെ പ്രധാനപ്പെട്ട നദികളായി മീനച്ചിലാറിലും മണിമലയാറിലും ഒക്കെ തന്നെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പക്ഷേ അതൊരു ആശങ്കയാകും തരത്തിലേക്കൊന്നും തന്നെ മാറിയിട്ടില്ല. ആ തരത്തിലൊന്നും ഉയർന്നിട്ടില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടമൊക്കെ തന്നെ അറിയിക്കുന്നത്. മഴ പ്രശ്നമായി. ഭയങ്കര മഴ. എവിടെ പോവാ? വീട്ടിൽ പോവാ.
എന്തായാലും മഴ പ്രശ്നമാണ്. മഴ ഇങ്ങനെ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. രാവിലെ വൈകിട്ട് ഒരു 4:30 തുടങ്ങിയ മഴയാണ്. അത് ഇപ്പോഴും ഇങ്ങനെ തുടരുന്നുണ്ട്. പക്ഷേ ആശങ്ക ഒന്നും തന്നെ വേണ്ട എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടമൊക്കെ തന്നെ അറിയിക്കുന്നത്. ആര്യ. ശരി ഷിനോജിനി, നമുക്ക് മലപ്പുറത്തേക്ക് പോകാം. മലപ്പുറത്ത് നിന്ന് അരുൺ അമൃത എന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. അരുൺ, മലപ്പുറത്ത് മുന്നറിയിപ്പുകളില്ലാന്ന് തോന്നുന്നു. നിലവിലെ സാഹചര്യം എന്താണ്? ജില്ലയിൽ മഴ പെയ്യുന്നുണ്ടോ? ആര്യ, നിലവിൽ മഴയില്ല, അങ്ങനെ ശക്തമായ മഴ ഉണ്ടായിട്ടില്ല. പക്ഷേ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു വൈകിട്ട്. ഒപ്പം തന്നെ 2 പേർക്ക് മിന്നലേറ്റതും ആശങ്കയായി. അതായത് കൊണ്ടോട്ടിയിലെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കാണ് മിന്നലേറ്റത്. ഇവർ കെട്ടിടത്തിന് മുകളിൽ ജോലി ചെയ്യുകയായിരുന്നു. ആ സമയത്താണ് ഇവർക്ക് മിന്നലേറ്റത്. ഗുരുതരമായി തന്നെ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്, നെഞ്ചിലേറ്റാണ് പരിക്കേറ്റത്. ഇവരെ ആ സമയം തന്നെ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇവർക്ക് ചികിത്സ നൽകി വരികയാണ്. മിന്നലേറ്റ സംഭവമാണ് ഒരു ആശങ്കയായി വന്നത്. അതല്ലാതെ ജില്ലയിൽ മറ്റെവിടെയോ മഴയോ ശക്തമായ മഴയോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആര്യ. ശരി, മലപ്പുറത്ത് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. മഴയില്ല, പക്ഷേ മിന്നലേറ്റ് മരണം, അത് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഇനി തിരുവനന്തപുരത്തേക്ക് വന്നാൽ ഇന്ദുലേഖ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്ദു, വൈകിട്ടൊക്കെ നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു ടൗണിലൊക്കെ. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ആര്യ, നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെന്ന് തന്നെ പറയാം. ഇന്നലെ മുതൽ തുലാവർഷ മഴയ്ക്ക് മുന്നോടിയായിട്ടുള്ള മഴ തിരുവനന്തപുരം ജില്ലയിൽ ആകെ ലഭിക്കുന്നുണ്ട്. മലയോര തീരദേശ മേഖലകളിലാണ് ഏറ്റവും അധികമായി മഴ ലഭിക്കുന്നത്. നമുക്കറിയാം, ഇന്നൊരു ഉച്ച തിരിഞ്ഞു മുതൽ ഏകദേശം ഒരു 5 മണി 5:30 വരെ നല്ല മഴ തന്നെ ഉണ്ടായിരുന്നു. അതിതീവ്ര മഴ എന്നൊന്നും പറയാൻ സാധിക്കില്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ മഴയുണ്ടായിരുന്നു. മഴയോടൊപ്പമുള്ള ശക്തമായിട്ടുള്ള ഇടിമിന്നൽ തന്നെയാണ് ഭയക്കേണ്ടത്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശമൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. എല്ലാവരും അത് പാലിക്കേണ്ടത് തന്നെയാണ്. അത്യാവശ്യ കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ മലയോര മേഖലയിലേക്കുള്ള യാത്രയൊക്കെ ഒഴിവാക്കിയാൽ നന്നായിരിക്കും. കാരണം നല്ല തോതിൽ മഴയും അതുപോലെ തന്നെ ഇടിമിന്നലും മലയോര മേഖലകളിലൊക്കെ ഏൽക്കുന്നുണ്ട്. മാത്രമല്ല, നമുക്കറിയാം നാളെ 4 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നാളെ അലേർട്ടുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ കൂടി ജാഗ്രത പാലിക്കേണ്ടതാണ്. ഏത് സമയത്തും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം പാലിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിലെ പല മേഖലകളും വെള്ളം കയറാനുള്ള സാധ്യതയുള്ള ഇടങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻകരുതലുകളൊക്കെ തന്നെ എടുത്തു വെക്കുന്നത് നന്നായിരിക്കും. അടുത്ത 2 ദിവസത്തിൽ തന്നെ തുലാമഴ കേരളത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ തുലാവർഷം കേരളത്തിലേക്ക് എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട മുന്നോടിയായിട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ എല്ലാവരും സ്വീകരിക്കേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, മറ്റു തരത്തിലുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ മോശം സംഭവങ്ങളോ ഒന്നും തന്നെ മഴയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിൽ സംഭവിച്ചിട്ടില്ല. ആര്യ. ശരി ഇന്ദു, മഴ എന്തായാലും ഇപ്പം മാറി നിൽക്കുകയാണ് തിരുവനന്തപുരത്ത്.